എന്നാടി മതിയൊന്നും ചോദിക്കില്ല. ഞാൻ കുളിച്ചു. വരും തെറ്റു. കടയിൽ പോയി പാല് മേടിക്കാനല്ല, നമുക്ക് പാല് മേടിച്ചിട്ട് ചായ കുടിക്കാം. മതിയോ? മതിയൊന്നും ചോദിക്കില്ല. ശരിയാണോ? പല്ല് നന്നാണ് തേച്ചോ? മറ്റേ ആദ്യം നമ്മുടെ ആദ്യക്കൂട്ടം തന്നെ നമ്മുടെ തുണി വലിക്കാൻ പോയെന്ന് ഇതെന്താ ആദ്യം കുട്ടപ്പായുടെ അനിയത്തിയാ. മതിയോ? മതിയോ? മണ്ടേല് ഒടിച്ചേക്കല്ലേ? ബാക്കി ഇന്നോടെ കഴിഞ്ഞു. ആ പഴയ സിനിമയല്ല, ഏഷ്യാനെറ്റിന്റെ ഒരു ഇതാണ്. ഇപ്പം സീരിയൽ തുടങ്ങുമ്പോൾ എങ്ങനെയാ രണ്ടുപേരത്തേക്കും തിരിഞ്ഞിരിക്കും.
എന്നേലും പറയാം. അതിന് പാല് കുടിച്ചോ പാലൊന്നും മേടിച്ചില്ല. ചേട്ടാ വരുമ്പോ എന്നാ ചേട്ടാ ഒരു മുല്ലപ്പൂവിന്റെ മണം. ഞാനിപ്പോൾ മുല്ലപ്പൂവായിട്ടാണ്. ബാഗിനകത്ത് എങ്ങനെ മുല്ലപ്പൂ വന്നു? ഞാൻ പറയാം ആ ഇതില്ലേ പെർഫ്യൂം നീ അതെടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ മണമാ. മുല്ലപ്പൂ നന്നണ ഞാനിവിടെ ഇതും വെച്ചോണ്ടിരുന്ന എൻ്റെ പണി നടക്കത്തില്ല. എൻ്റെ ചപ്പാത്തി, എൻ്റെ കടല, കല്യാണത്തിന് ഞാൻ മുല്ലപ്പൂ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ ഈ മുല്ലപ്പൂ ഇടുന്നത് ഇഷ്ടമല്ല. അതെ ഒരു ഡൗട്ടുണ്ടേ, ആവത്തില്ലേ? ഇത് പഴയ ക്യാമറയാണോ ചേട്ടാ? അല്ലേ പഴയ ക്യാമറ ഒന്ന് ഞെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചേട്ടാ ബാലവേല ചെയ്യിക്കാതെ ബാലികയെ കൊണ്ട്. എന്നും ചിനി ചേട്ടാ തന്നെ കപ്പ വെട്ടിക്കണേ. മര്യാദയ്ക്ക് പഠിക്കണമായിരുന്നു. അപ്പൊ പോയി നിൽക്കണ്ട. നാരെടുത്ത് തരണം ഇന്നത്തെ കപ്പയ്ക്കകത്ത്. ഇന്നും കപ്പയ്ക്കകത്ത് മറ്റേ വേരാ, കപ്പയുടെ വേര്. ഇന്ന് ഒരു വേര് ഒരെണ്ണം എടുത്ത് തന്നാൽ മതി. ഒരെണ്ണം ഇതുണ്ടോ? വേര് ഇങ്ങനെ ഇരിക്കും, കപ്പ മാത്രം വരും. ഈ കളി വല്ലതും നിനക്കറിയോ? ചേട്ടാ അതിന് എനിക്കൊന്നും അറിയത്തില്ല. ചേട്ടാ അല്ല ഈ വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നത്. അത് ഈ ലോകത്തുള്ള എല്ലാ അറിയാവുന്നവർക്കെല്ലാം അറിയാം. പണിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നാ പണി ചെയ്യുന്നത്? എനിക്ക് വല്ല പണി ചെയ്യാൻ അറിയോ? ഞാൻ ഒരു പണി ഞാൻ ചെയ്യത്തില്ല. ഇങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞാൽ അത് അല്ലാതാകത്തില്ല. വേര് മിച്ചം പറഞ്ഞു ഇങ്ങനെ കളയണം. ഞാൻ മിണ്ടായിരുന്നത് എന്തിനാണെന്നറിയോ? ഇതൊരു കാര്യം ഞാൻ ആലോചിക്കുമായിരുന്നു. ഒന്നുമില്ല, ഈ വീഡിയോ ഇല്ലായിരുന്നു ഞാൻ എന്നെ ചെയ്തേനെ അല്ലേ? വീട്ടിലെ എല്ലാ പണി ഞാൻ ചെയ്യേണ്ടി വന്നേ. ഇപ്പം ചേട്ടാ ഒരു കാര്യം ഞാൻ പറയട്ടെ. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാനിപ്പോഴേ അങ്ങോട്ട് തുറന്നു പറയണം. ചേട്ടാക്ക് ഇപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും ജോലിക്ക് പോവാം. സാറിനെ ഇപ്പോൾ ചേച്ചനൊക്കെ ചെയ്യുന്ന പോലെ അല്ല എന്തെങ്കിലും ഒക്കെ ആയിക്കോട്ടെ. പണ്ട് ചെയ്തുകൊണ്ട് ഡിസൈനിങ് എന്തോ ആയിക്കോട്ടെ. ദിവസം രാവിലെ ഇപ്പോൾ ഒരു 8-9 മണിക്ക് പോയിട്ട് വൈകിട്ട് ഒരു 5 മണിയായിട്ട് കയറി വരുന്ന ഒരാളാണെങ്കിൽ ചേട്ടാ ഇവിടെ പണി ചെയ്യുമോ? ചേട്ടായോട് ചെയ്യിക്കുമോ? ചേട്ടാ ഇവിടെ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടല്ല ഇങ്ങനെ ഓരോ പണി കാണുന്നതിൻ്റെ ബാക്കിയായിട്ട് ചേട്ടാ ചെയ്തു വരുന്നേ. ചേട്ടാ ഇതിന് മുന്നേ ഇതുപോലെ ഡിസൈനിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ പണി എവിടെയും ചെയ്തിട്ടുണ്ടോ? എനിക്ക് പറയട്ടെ. ചേട്ടാ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ചെയ്തിട്ടുണ്ടോ? എന്തായാലും ആയിരുന്നപ്പോൾ ചേട്ടാ പോയപ്പോൾ ചേട്ടാ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടോ? അപ്പൊ കൂടുതൽ പറയരുത്. അതിനൊക്കെ മുമ്പാ ഞാൻ മാറി പോയി കപ്പ കൊത്തിക്കൊണ്ടിരുന്നത്. ക്യാൻറ്റീനിൽ ജോലി ചെയ്തിട്ടുണ്ട്. കറിക്കരിയാൻ പഠിച്ച എവിടെന്നാണെന്നറിയോ? ചെന്നൈ പോയി ക്യാൻറ്റീനിൽ തൂക്കുന്നേ. അതെ രാവിലെ പറഞ്ഞാ ഞാൻ ഇപ്പൊ പറഞ്ഞ നീ എന്നാ ബീറ്റോട് അടുത്ത് തലേ തേക്കുമായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്നത് എന്നിട്ട് ഞാൻ ഉറങ്ങി പോയിട്ട് വീണ്ടും കണ്ണു തുറന്നപ്പോ ദേണ്ട് നാരായണി വീണ്ടും കിടക്കുന്ന അവിടെ. 10ാം ക്ലാസ് കുഴപ്പമില്ല. എന്റെ പൊന്നു മോളെ A+ ഒന്നും മേടിക്കണമെന്നില്ല. ഒരു മര്യാദയ്ക്ക് ഏതെങ്കിലും സ്കൂളിൽ കിട്ടാ. A+ മേടിച്ചാൽ പോലും ഇപ്പൊ സ്കൂളിൽ കിട്ടാറില്ല. ഈ കപ്പ നിങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇതും വെച്ചോണ്ടുണ്ടല്ലോ. ഒരു ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ ഉച്ചയാകും. പിന്നെ കപ്പ കുത്തി കഴിഞ്ഞാൽ ഇത് പരിപാടി കഴിഞ്ഞോ. നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ആഗ്രഹിക്കാൻ ചെയ്യണം. എന്ന് വെച്ചാൽ ചിലച്ചോണ്ട് ചെയ്യാതെ മര്യാദയ്ക്ക് ഇരിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറയരുത്. അങ്ങ് ചെയ്തോണം. അല്ലെന്നേ നമ്മൾ പറയണം. നമ്മൾ അയ്യോ ചെയ്തല്ലോ, അല്ലാതെ ഞാൻ ഇങ്ങനെ ചെയ്തു കേട്ടോ എന്ന് പറയിപ്പിക്കരുത്. ഓർപ്പിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ പറയണം. അത് പറയുന്നുണ്ടല്ലോ. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും പറയുന്നുണ്ട് അരുണാണ് എല്ലാ പണിയും ചെയ്യുന്നത്. അത് മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ എന്തായാലും വീട്ടിലെ പണിയെല്ലാം ചെയ്യുന്നത്. ഞാൻ വെളിയിൽ ജോലിക്ക് പോകുന്നത്. ഞാൻ എത്ര നാളായിട്ട് എന്നോട് പോകാൻ പറയുന്നത്. വിടണ്ടേ? ഈ പറച്ചിലല്ലേ ഉള്ളൂ, വിടത്തില്ലല്ലോ. ചേട്ടാ വിടത്തില്ല. എനിക്കറിയാലോ ചേട്ടാ പിടിക്കല്ലെന്ന്. ഞാൻ വിടും. ഇതെന്തോ ഇതിന്റെ മണ്ടൽ. ചേട്ടാ വിടുവോ? വിടും. പിന്നെ നിന്നെ ഇവിടെ എത്തിച്ചിട്ട് പോയാ ശരിയാകത്തില്ല. ചേട്ടാ ജോലിക്ക് പോകണമെന്നോട് ആരാ പറയാം? ആരേലും ഒരാൾ വീട്ടിൽ ഇരുന്നാച്ചാൽ മതി. ഇതിപ്പോൾ ആണുങ്ങൾ തന്നെ ജോലിക്ക് പോകണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അല്ലല്ലോ, കാലം മാറിയില്ലേ.
എനിക്കിതൊക്കെ ഇതേ അവിടെ തന്നെ നിൽക്കരുത് ഞാൻ പറഞ്ഞല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പുറകോട്ട് പോകുന്നു. പറ്റത്തില്ല. എനിക്ക് ഇവിടെ വന്ന് ചേട്ടാ അടുത്ത് തന്നെ നിൽക്കണം. എനിക്ക് എൻ്റെ ചേട്ടാ അടുത്ത് മാത്രം നിൽക്കുന്ന ഏറ്റവും ഇഷ്ടം. ഞാൻ അടുത്തത് പോയാൽ അതിൽ എടുത്തോണ്ട് പോയെന്നായും കട്ടോണ്ട് പോയെന്നായും. അടുത്ത പരാതി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ആ പരാതി ഒന്ന് കേട്ടിട്ട് വരാം. അമ്മ കപ്പ വെച്ചിട്ട് നമുക്ക് കഞ്ഞി വെക്കാം. കാരണം എന്താന്ന് വെച്ചാല്, അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ കപ്പ വെക്കുന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തി ചേച്ചാന് കൊടുത്തുവിടാലോ. പിന്നെ എന്തിനാ പൂരി ഉണ്ടാക്കുന്നേ? അപ്പൊ ഞാൻ കണ്ടില്ല അത്. ആ ഈശ്വരാ, ഒന്നും അതിനകത്ത് കയറില്ല. പാറ്റയോ പല്ലിയോ ഒക്കെ നിന്നാൽ വെന്ത് ചത്ത്. ഏത്? ആ അല്ല, ചൂടുവെള്ളം ഒഴിക്കാറുണ്ടല്ലോ. ഇത് അടുത്ത ഒരാൾ വരുന്നുണ്ട്. ചേച്ചി അമ്മ ഞാൻ കസര പോയിരുന്നോ കേട്ടോ. അവിടെ ഒന്നും ചെയ്യണ്ട മോനെ. പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകി ചില ആൾക്കാർ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചു അത് തരില്ല. ഞാൻ ചോദിച്ചോട്ടെ, തിരിച്ചു വരുന്നവര് ഇവിടെ പാത്രം പിടിക്കും. ചില ആൾക്കാരുണ്ട് ഇപ്പൊ കഴുകിയ 3 ദിവസം കഴിഞ്ഞിട്ട് കഴിയ കാര്യമാണ്. എന്റെ അപ്പനെ വിളിക്കില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. കഴുകിയില്ലൊരു കുഴപ്പമില്ല. അതൊന്ന് നിന്റെ അമ്മായിപ്പന്ന് കലിപ്പിച്ച് വിളിക്കുമ്പോ അത് അമ്മയുടെ കെട്ടിയവരാന്നും എന്റെ അപ്പനാന്നും കൂടെ ഓർക്കണം. സ്നേഹം കൊണ്ട് അപ്പനേക്കാളും കാര്യമൊക്കെ ആണേലും അപ്പനപ്പം തന്നെയല്ലേ. നമ്മൾ എന്നാക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അമ്മയെക്കാളും ഇഷ്ടം അമ്മായിമ്മയല്ല, അമ്മയെക്കാളും ഇഷ്ടം വേറെ ആരില്ല എന്ന് പറഞ്ഞാലും അമ്മയോട് തന്നെ ആയിരിക്കും താല്പര്യം അല്ലേ അമ്മേ? അത് അങ്ങനെ വരുള്ളൂ. എനിക്കും അങ്ങനെയാണ്. എല്ലാവർക്കും തന്നെ സ്വന്തം അമ്മ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. എത്ര നല്ലതെന്ന് പറഞ്ഞാലും ഇഷ്ടം ഉണ്ടാവും. നല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് അമ്മായിമ്മമാരെ. എന്ന് വെച്ചിട്ടുണ്ട് സ്വന്തം അമ്മേനെ തള്ളി അങ്ങനെ പാടില്ല. താക്കും, ഇനിയും താക്കും. ഞാൻ പല പരിപാടിയും കാണിക്കും. തൂക്കം അല്ലെങ്കിൽ പിടിക്കുക. ഞാൻ തൂക്കട്ടെ. ഒന്നും വേണ്ടേ, നല്ല സൂപ്പർ കപ്പയാ. ചുമ്മാ തിന്നാം. അവളൊക്കെ കഴിച്ചോളും. ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളു കഴിച്ചിട്ട് വന്ന. അതെ, പക്ഷെ ബഹളമല്ലേ കപ്പ വേണം നമ്മൾ. ഞാൻ കഴിച്ചില്ലോ. ലാസ്റ്റ് കുറച്ച് മെയിൻ്റെനൻസും കൂടെ ഉണ്ട്. തിരിച്ച് ഉള്ളി തീ നിർത്തി കുറച്ചേരാ നട്ടുവെച്ചേക്കാം. തീ വെക്കുന്നേ നീ മറ്റേ പാട്ട് പാടിയില്ലേ, കണ്ണും കണ്ണും എന്നുള്ള പാട്ട്? ഒന്ന് പാടാവോ? പാട്. കണ്ണും കണ്ണും കഴിഞ്ഞ എങ്ങനെ വരുന്നത്? ഗൂഗിളൊന്നും വേണ്ട, ഗൂഗിളിൻ്റെ അടുത്ത് പോകണ്ട. എപ്പോ നോക്കിയാലും ഗൂഗിള്. ചന്ദ്രനോ ഇല്ല. കുറച്ചു നേരം അല്ല, ടിവിയും വേണ്ട ഗൂഗിളും വേണ്ട, അടങ്ങിയിരുന്നേ കേട്ടോ. പറഞ്ഞ കേട്ടോ, എപ്പോ നോക്കിയാലും ഗൂഗിള്.
ശ്യാമളമ്മ അങ്ങോട്ട് പോയെന്തി എന്തോ കരിയുന്ന മണമുണ്ടല്ലോ. അവിടെയോ പ്ലാസ്റ്റിക് കരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് എവിടെയോ കരിക്കുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങളെ പൊക്കോ പൊക്കോ. എന്നാ അത് എന്താ സംഭവം? എന്നാ ആ കുപ്പി എവിടെ നിർത്തണമെന്നാ? എവിടെയോ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ? കിളിയാടി, കിളികൾ ഒച്ച വെക്കുന്നു. മതിയോ? കിളിയാടി, കിളികൾ വന്നാ വല്ല ഇതല്ലിരിക്കുന്ന. പറയാതാണോ പോണേ? കണ്ണു പോലും തുറന്നു നോക്കുന്നില്ല, കണ്ട കിടക്കുന്നത്. ഭയങ്കര സ്റ്റൈലൊക്കെ ഇരിപ്പൊക്കെ, പക്ഷെ പഠിക്കുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. എവിടെ പോവാ? ഇവിടെ കേട്ടിട്ട് പോ. എന്നേലും ചുമ്മാ ആണേലും പഠിക്കുകയാണോ? എന്നാ ചോദിച്ചേ? എന്നാ ഇപ്പൊ ചോദിച്ചേ? അല്ല, നീ എന്നാ ഇപ്പൊ ശ്യാമളമ്മയോട് ചോദിച്ചേ? അത് പോയില്ലേ അയൽക്കൂട്ടോ? നീ എന്നാ ഇപ്പൊ ചോദിച്ചേ? അല്ല, നീ ആയിട്ട് ചോദിച്ചല്ലോ ശ്യാമളമ്മയോട്. കിടക്കുന്നേ ആരോടെ ആണോ? മതിയോ? നിന്നെ വിളിക്കുന്നു. എന്നത്തിനാ? പഠിക്കാനോ? ചായ കുടിക്കാൻ പാല് ചായയല്ലേ കൊണ്ടുവരത്തുള്ളൂ. ചുറ്റടിയിൽ എന്നാ പഠിക്കാടി? എന്നാ പഠിപ്പിച്ചേ? വരുന്നുണ്ട്.
പൊന്നാ എന്നെ പൊന്നിനെ പറ്റിയേ ആരെന്റെ പൊന്നിനെ വഴക്ക് പറഞ്ഞേ സുന്ദരിയാണെന്ന് പറഞ്ഞതാ. എന്നാ നീ പറ. അമ്മ സംഭവം എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ പഠിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ. അപ്പോൾ ഇവള് നാക്ക് നീട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നാക്ക് നീട്ടിട്ടുണ്ടെ ഞാൻ കാന്താരി എടുത്ത് വെക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും പറഞ്ഞ് അപ്പം വന്നിട്ട് വഴക്ക് പറഞ്ഞ് നീട്ടില്ലെന്നും പറഞ്ഞു. അപ്പം തുടങ്ങിയ കാർച്ച. അപ്പം തന്നെ അവൾക്ക് നാക്ക് നീട്ടാതിരിക്കാൻ പറ്റത്തില്ല, നീട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് കരയും ചെയ്യുക. എന്നിട്ടുണ്ടല്ലോ അമ്മ ചിലവരെന്റെ ഡ്രസ്സിലൊക്കെ മുള്ളി. എന്റെ ഡ്രസ്സില് നാക്ക് നീട്ടി അവിടെ സുന്ദരിയാന്ന് മതിയോ? പൊന്നെ നാക്ക് നീട്ടുന്ന പാമ്പൊക്കെയാണ്. എന്റെ പൊന്ന് സുന്ദരിയല്ലേ. സുന്ദരിമാരെ നാക്ക് നീട്ടത്തില്ല കേട്ടോ. കാന്താരി എന്റെ കൊച്ചിന്റെ നാവേനൊന്നും വെക്കത്തില്ല. അല്ല എന്റെ കൊച്ചു പറഞ്ഞാ കേക്കും. എന്നിട്ട് അവിടൊക്കെ മുള്ളി ഇട്ടമ്മേ. ആണോ? നാക്ക് നീട്ടാതിരുന്നാ മതിയില്ലേ? അവന് കുഴപ്പമില്ലല്ലോ. അല്ല അല്ല സൗന്ദര്യം പോവില്ല. ആണോ? ആണോ? അല്ല. സ്കൂളിലൊക്കെ പോകുമ്പോ എങ്ങനെ ഇങ്ങനെ നാക്ക് നീട്ടിവിടുന്ന മോശമല്ലേ? കാന്താരി തേക്കുന്ന കാര്യം പറയല്ലേ. കൊച്ചു വിടുന്ന ആവശ്യത്തിന് നാക്ക് നീട്ടിട്ട് വന്നാൽ മതി കേട്ടോ. ഞാൻ വെക്കും. ഫാദർ കക്കൂസിലുണ്ട്. മനംഭൂതമോ 24 മണിക്കൂർ അതിനകത്താണ്. ഒരിക്കൽ നീ ഒന്ന് കൊടുക്കട്ടെ. ആർക്കും ഇപ്പൊ